കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു സംശയത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഉത്തരം നിങ്ങളും എല്ലാവർക്കും അറിവുള്ളതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഇതേക്കുറിച്ച് ചില സംശയങ്ങളുണ്ട്, ചില ആശയക്കുഴപ്പം നാടിൻ്റെ നാനാഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. ഈ ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ച സംഭവം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഈ വികസന മുന്നേറ്റ ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ഒരു പാവപ്പെട്ട സഖാവിനോട് പറഞ്ഞു, LDF സർക്കാരാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയത്, നമ്മൾ വാശി പിടിച്ചുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനൊരു സംവിധാനം കൊണ്ടുവന്നത്, അത് മറക്കരുത്, ഈ കാശ് തുടർന്ന് കിട്ടണമെങ്കിൽ LDFന് തന്നെ വോട്ട് ചെയ്യണം എന്ന്. ഇത് ആ പാവപ്പെട്ട സഹോദരിക്ക് ബോധ്യമായോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും രന്ധ്രാന്വേഷികളായ ചില മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അവരിത് ആ സമയത്ത് തന്നെ വാർത്തയാക്കി. വാർത്ത കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. കേന്ദ്രം ഭരിക്കാൻ ഇതുവരെ ഇടതുപക്ഷ പാർട്ടികൾക്ക് അവസരം കിട്ടിയിട്ടില്ല. ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ കലാപരിപാടി നമ്മുടെ നാട്ടിൽ നടപ്പിൽ കൊണ്ടുവന്നത് കേന്ദ്രത്തിൽ UPA സർക്കാർ ഇരിക്കുന്ന സമയത്താണ്. അതായത് 2004 തൊട്ട് 2009 വരെ നിലവിലുണ്ടായിരുന്ന ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്താണ്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇതെങ്ങനെ ഇടതുപക്ഷ പാർട്ടികൾക്ക് അവകാശപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഇടതുപക്ഷക്കാർക്ക് അതിൻ്റെ ഒരു സ്റ്റോക്ക് ആൻസർ ഉണ്ട്. ഇങ്ങനെ ഒരു പരിപാടി നടപ്പാക്കാനായിട്ട് UPAക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, കോൺഗ്രസിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഘടകകക്ഷികൾക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് 60 അംഗങ്ങളുടെ പിന്തുണ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ബംഗാളിൽ നിന്നും, കേരളത്തിൽ നിന്നും, ത്രിപുരയിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് CPMകാർ CPIക്കാരൊക്കെ ജയിച്ച് പാർലമെൻറ്റിൽ അങ്ങനെ വിരാജിച്ചിരുന്ന ഒരു കാലമാണ്. ഈ ഇടതുപക്ഷ MP എല്ലാവരും കൂടി ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് UPAയുടെ മേൽ പ്രവർത്തിച്ചു. മൻമോഹൻ സിംഗ് എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് CPM ജനറൽ സെക്രട്ടറിയോടും CPI ജനറൽ സെക്രട്ടറിയോടും ഫോർവേഡ് ബ്ലോക്കിനോടും RSPയോടൊക്കെ ആലോചിച്ചിട്ടാണ്. ഇവർ 60 പേരുടെ പിന്തുണയിലാണ് ഈ സർക്കാർ നിലനിന്നത്. ഏതുവരെ? ഈ 1-2-3 കരാർ എന്നറിയപ്പെട്ട വിഖ്യാതമായ ആണവ കരാർ പാസ്സാക്കുന്നവരെ. ആണവ കരാർ വന്നപ്പോഴാണ് ഇടതുപക്ഷക്കാർ പിന്തുണ പിൻവലിച്ച് BJPയുമായി ചേർന്ന് മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചത്. ആ ശ്രമം ഗംഭീരമായിരുന്നു, പക്ഷേ ഫലിച്ചില്ല. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. മൻമോഹൻ സിംഗ് അതിജീവിച്ചു. അത് വേറെ കഥയാണ്. ഇപ്പം നമ്മൾ ആ കഥ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഈ സമയത്താണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ നടപ്പായത്. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേറ്റൻറ്റ് ആർക്കുള്ളതാണ്? യെച്ചൂരിക്കുള്ളതാണോ, അല്ലെങ്കിൽ കാരാട്ടിനുള്ളതാണോ, അതോ മൻമോഹൻ സിംഗിനുള്ളതാണോ? സത്യം പറഞ്ഞ് ഇവർക്ക് ആർക്കും ഉള്ളതല്ല. ഈ പദ്ധതി അല്ലെങ്കിൽ തൊഴിലുറപ്പ് പോലുള്ള കലാപരിപാടികൾ ലോകത്ത് ആദ്യമായിട്ട് ആരംഭിച്ചത് ഒരു ബൂർഷ്വ രാജ്യമായിട്ടുള്ള അമേരിക്കയിലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതിനും ഒരു ചരിത്രമുണ്ട്. 1930കളുടെ ആരംഭത്തിൽ അമേരിക്കയിൽ അതിഭയങ്കരമായ സാമ്പത്തിക മാന്ദ്യമുണ്ടായി, ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയും. ആ ഡിപ്രഷൻ്റെ കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റ് പൊളിഞ്ഞു, ഓഹരി കമ്പോളം കൂപ്പൂത്തി. അതേ തുടർന്ന് ഫാക്ടറികൾ നിരവധിയായിട്ട് പൂട്ടേണ്ടതായിട്ട് വന്നു, ബാങ്കുകൾ പൂട്ടി, ഫാക്ടറികൾ പൂട്ടി, ഒരുപാട് ജീവനക്കാരെ റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ തൊഴിലില്ലായ്മ വ്യാപകമായി. തൊഴിലില്ലാതെ വന്നപ്പോൾ തൊഴിലാളികളുടെ ഈ ക്രയശേഷി കുറഞ്ഞു, പർച്ചേസിങ് പവർ ഇല്ലാണ്ടായി. അപ്പോൾ സാധനങ്ങൾ വാങ്ങുന്നത് പിന്നെ കുറഞ്ഞു, അതനുസരിച്ച് പിന്നെയും ഉൽപ്പാദനം കുറയ്ക്കേണ്ടതായിട്ട് വന്നു, ഫാക്ടറികൾ പൂട്ടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി കൂടി അമേരിക്ക കടന്നു പോകുന്ന സമയത്താണ് 1932 പാർലമെൻറ്റ് നമ്മുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അന്ന് പ്രസിഡന്റ് ഹൂവറാണ്, ഹെർബർട്ട് ഹൂവർക്കെതിരെ മത്സരിച്ച ഡെമോക്രാറ്റ് പാർട്ടി സ്ഥാനാർത്ഥി പ്രസിദ്ധനായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അഥവാ ഫ്രാങ്ക്ലിൻ ഡിലാനോ റൂസ്വെൽറ്റ്. അദ്ദേഹമാണ് എന്നെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് വിജയിപ്പിക്കുന്ന പക്ഷം ഈ സാമ്പത്തിക മാന്ദ്യത്തിന് ഒരു പരിഹാരം കണ്ടെത്താം എന്നൊരു വാഗ്ദാനം നൽകിയത്. അമേരിക്കക്കാർ റൂസ്വെൽറ്റല്ല ഏത് ചെകുത്താൻ വന്നാലും വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ തയ്യാറായിട്ട് കയറും. അവർ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വോട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം വിജയിച്ച അമേരിക്കൻ പ്രസിഡൻ്റായി. പിന്നെ അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിൽ കരകയറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ന്യൂ ഡീൽ എന്ന പേരിൽ അറിയപ്പെട്ട സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. അതിൽപ്പെട്ട ഒരു പരിഷ്കാരമായിരുന്നു ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ മൻമോഹൻ സിംഗോ സീതാറാം യെച്ചൂരിയോ ഹർകിഷൻ സിംഗ് സുർജിത്തോ ഒന്നും കണ്ടുപിടിച്ച ഒരു സാധനമല്ല. അമേരിക്കയിൽ തൊഴിലില്ലാതായി പോയ ചെറുപ്പക്കാർക്ക്, ജീവിക്കാൻ മാർഗമില്ലാത്ത ആളുകൾക്ക് ചെറിയൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ കുറേ പേരെ സെലക്ട് ചെയ്തിട്ട് ഇവരെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് അയച്ചു. അവിടെ എന്തെങ്കിലും ജോലി അവർ ചെയ്യണം.
ഒന്നുകിൽ പൊടിക്കാറ്റ് തടയാൻ വേണ്ടിയിട്ട് ഈ വയലുകളുടെ വരമ്പത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകൾ പെയിൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ജോലിയൊക്കെ ഇവരെ ഏൽപ്പിച്ചു. ഒരാൾക്ക് ഒരാഴ്ച $30 പ്രതിഫലം നിശ്ചയിച്ചു. $30 ഇവർക്ക് $5 കൈ കൊടുക്കുള്ളൂ, $25 അവരുടെ വീട്ടിലേക്ക് അയക്കണം എന്നുള്ളായിരുന്നു നിബന്ധന. ആ പൈസ കൊണ്ടാണ് സത്യത്തിൽ അമേരിക്ക വലിയ ഒരു പരിധി വരെ സാമ്പത്തികമായി നിന്ന് കരകയറിയത്. ഇതുകൂടാതെ വേറെയും ഒരുപാട് നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അഗ്രികൾച്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആക്ട്. അമേരിക്കയിൽ ഭക്ഷ്യോൽപാദനം വളരെ കൂടുതലായിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ ഗോതമ്പും ബാർലിയും അതുപോലെ നാൽക്കാലികളെയും പാലും ഒക്കെ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ചു. ഈ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കർഷകരോട് നിലം തരിച്ചിടാൻ പറഞ്ഞു. അതുപോലെ കന്നുകാലികളുടെ എണ്ണം കുറയ്ക്കാൻ പറഞ്ഞു, പന്നികളുടെ എണ്ണം കുറയ്ക്കാൻ പറഞ്ഞു. കൂടുതലുള്ളതിനെ കശാപ്പ് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ വയലുകൾ തരിച്ചിട്ടു. കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച ഗോതമ്പും ബാർലിയൊക്കെ എന്തെന്ന് വെച്ചാൽ കപ്പലിൽ കയറ്റി കടലിൽ കൊണ്ടുപോയി തള്ളി. അങ്ങനെ വില പിടിച്ചു നിർത്തി കർഷകർക്ക് ഭേദപ്പെട്ട വരുമാനം കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കി. ഇതൊക്കെ ചെയ്ത ആളാണ് ഫ്രാങ്ക്ലിൻ ഡിലാനോ റൂസ്വെൽറ്റ്. അദ്ദേഹത്തിൻ്റെ ആശയമാണ് നമ്മുടെ നാട്ടിൽ വികലമായി തൊഴിലുറപ്പ് പദ്ധതിയായിട്ടും തൊഴിലുറപ്പ് പദ്ധതിയായിട്ടും തൊഴിലറപ്പ് പദ്ധതിയായിട്ടും ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാന്ന് ചോദിച്ചാൽ CPM തന്നെയാണ്. കാരണം അവരുടെ ജാഥയ്ക്ക് പോകാനും മനുഷ്യച്ചങ്ങല പിടിക്കാനും ഒക്കെ ഈ പാവപ്പെട്ട തൊഴിലുറപ്പുകാരെ കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൗകര്യം. തൊഴിലുറപ്പുകാർക്കാണെങ്കിൽ ചെറിയൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് തൊഴിലുറപ്പിൻ്റെ യഥാർത്ഥമായ ചരിത്രം. അപ്പോൾ ഇത്ര പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി എന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കുന്ന ആളുകൾ ഇത് കണ്ടാൽ മതി. ഇത് ചോദിക്കാൻ വേണ്ടി ആരും ദൈവത്തോർത്ത് എന്നെ വിളിച്ചേക്കരുത്.